നമസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയുള്ള ബുള്ളറ്റ് ട്രെയിൻ തദ്ദേശീയമായി നിർമ്മിക്കാൻ ഒരുങ്ങുന്നു. 250 കോടി രൂപ ചിലവിൽ ഇത് സാധ്യമാക്കാനാണ് ഇന്ത്യൻ റെയിൽവേ ഉദ്ദേശിക്കുന്നത്. 2026 ഡിസംബറോടെ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പുറത്തിറക്കാനാകുമെന്നാണ് കരുതുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഉടമസ്ഥതയിലുള്ള ICF എന്നറിയപ്പെടുന്ന ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ഈ അതിവേഗ ട്രെയിനിന്റെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള ടെൻഡറുകൾ ക്ഷണിച്ചു. ബംഗളൂരുവിലെ BEML പ്ലാന്റാണ് ട്രെയിൻ നിർമ്മിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അതിനുള്ള അപേക്ഷയും BEML നൽകി കഴിഞ്ഞു. BEMLനൊപ്പം ഹൈദരാബാദിലെ മേധ സെർവോ ഡ്രൈവ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്നാണ് ട്രെയിനിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക. ട്രെയിൻ ബോഡികൾ നിർമ്മിക്കാൻ BEMLനുള്ള വൈദഗ്ധ്യവും മേധ സെർവോ ഡ്രൈവ്സിന്റെ വാഹന നിയന്ത്രണ സംവിധാനമായ പ്രൊപ്പൻഷ്യൽ സിസ്റ്റം കഴിവുകളും ഉപയോഗപ്പെടുത്തി യൂറോപ്യൻ നിലവാരത്തിലുള്ള ഹൈസ്പീഡ് ട്രെയിൻ തദ്ദേശീയമായി നിർമ്മിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മേധ സെർവോ ഡ്രൈവ്സിന്റെ പ്രൊപ്പൻഷ്യൽ സിസ്റ്റം ഉപയോഗിച്ചാണ് വന്ദേ ഭാരത് ട്രെയിനുകളും രൂപപ്പെടുത്തിയിരിക്കുന്നത്. 160 കിലോമീറ്റർ വേഗതയാണ് വന്ദേ ഭാരതിനുള്ളത്. അതിവേഗ ബുള്ളറ്റ് ട്രെയിനിനായി 250 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാവുന്ന പ്രൊപ്പൻഷ്യൽ സിസ്റ്റം വികസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് മേധ കമ്പനി തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതേസമയം BEML പ്ലാന്റിൽ 250 കിലോമീറ്റർ വേഗതയുമായി യോജിച്ചു പോകാൻ കഴിയുന്ന ട്രെയിൻ ബോഡികളുടെ ഘടന വികസിപ്പിക്കുന്നതിനുള്ള ഒരുക്കങ്ങളും നടന്നു വരികയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ പുറംചട്ടയോടെയാവും ഈ ട്രെയിൻ നിർമ്മിക്കുക. ട്രെയിനിന്റെ പ്രവർത്തന വേഗത 250 കിലോമീറ്റർ ആണെങ്കിലും പരമാവധി വേഗത 280 കിലോമീറ്റർ ആണ്. ഒരു ട്രെയിനിന് 200 മുതൽ 250 കോടി രൂപ വരെ നിർമ്മാണ ചെലവാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2.5 വർഷത്തിനുള്ളിൽ അതിവേഗ ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ജനറൽ മാനേജർ U സുബ്ബറാവു അറിയിച്ചു. 2026 ഡിസംബറോടെ പുറത്തിറങ്ങുന്ന ആദ്യ ബുള്ളറ്റ് ട്രെയിനിൽ സ്റ്റാൻഡേർഡ് 3+2 സീറ്റിംഗ് ക്രമീകരണമുള്ള 7 ട്രെയിൻ ബോഗികളും 2+2 സീറ്റുകളുള്ള ഒരു എക്സിക്യൂട്ടീവ് ബോഗിയുമാവും ഉണ്ടാവുക. ട്രെയിനിന്റെ ആകെ സീറ്റിംഗ് ശേഷി 174 ആയിരിക്കാനാണ് സാധ്യത. യാത്രക്കാരുടെ വർധനയ്ക്കനുസരിച്ച് കൂടുതൽ ബോഗികൾ ട്രെയിനിൽ കൂട്ടിച്ചേർക്കാനും കഴിയും. അതിനാൽ തന്നെ ഭാവിയിൽ ആവശ്യാനുസരണം 12 അല്ലെങ്കിൽ 16 ബോഗികൾ വരെ കൂട്ടിപ്പിടിപ്പിച്ച് നീട്ടാൻ കഴിയുന്ന തരത്തിലാണ് ഇവയുടെ നിർമ്മാണം നടത്തുക. നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ NHSRCL നിർമ്മിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽവേ ഇടനാഴിയിലാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുക. മഹാരാഷ്ട്രയിലെ മുംബൈയെയും ഗുജറാത്തിലെ അഹമ്മദാബാദിനെയും ബന്ധിപ്പിക്കുന്ന ഈ MAHSR ഇടനാഴിയുടെ ദൂരപരിധി 508 കിലോമീറ്റർ ആണ്. 1.1 ലക്ഷം കോടി രൂപയാണ് ഈ പാതയുടെ നിർമ്മാണ ചെലവ്. നേരത്തെ ജാപ്പനീസ് സാങ്കേതിക വിദ്യയിൽ തീർത്ത ഷിൻകാൻസൽ E5 ട്രെയിനുകളാണ് ഈ പാതയിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത്. മണിക്കൂറിൽ 320 കിലോമീറ്റർ വേഗതയിലോടുന്ന ട്രെയിനുകളാണിവ. എന്നാൽ ഈ ട്രെയിനുകളുടെ വില താങ്ങാൻ കഴിയാതെ വന്നതോടെയാണ് അതിവേഗ ട്രെയിനുകൾ തദ്ദേശീയമായി നിർമ്മിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചത്. ഇനി വരാനിരിക്കുന്ന ഡൽഹി, വാരാണസി, മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ എന്നീ അതിവേഗ റെയിൽപാതകളിലും ഇത്തരം ട്രെയിനുകൾക്ക് സർവീസ് നടത്താനാകും. അതിവേഗ റെയിൽപാതയായ MAHSRL ലൈനിലെ സൂറത്ത് ബിലിമോറ സെക്ഷനിലാവും ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പരീക്ഷണയോട്ടം നടത്തുക. അതിവേഗ ബുള്ളറ്റ് ട്രെയിനുകളുടെ വരവ് രാജ്യത്തിന്റെ വികസന പാതയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാകും. ഇന്ത്യൻ റെയിൽവേയുടെ വരുമാന നേട്ടത്തിന്റെ വർധന സംബന്ധിച്ച വാർത്തകൾ അടുത്തിടെ പുറത്തു വന്നിരുന്നു. നിലവാരമുള്ള യാത്രാ സംവിധാനമായ അതിവേഗ ട്രെയിൻ സർവീസ് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും മുതൽക്കൂട്ടായി തീരും. വാർത്തയുടെ നിറം തേടി തനി നിറം.